എന്റെ മോൻ ദാനിക്ക് ഏർലി മോർണിംഗിൽ ടീയും കാപ്പി ഒന്നും കൊടുക്കണ്ട എന്റെ കൊച്ചാപ്പി. ഇന്നലത്തെ ഹാങ് ഓവർ ഒന്ന് മാറട്ടെ. ആളപ്പ നല്ല പൂശുകാരനല്ലേ? പൂശോ? അതവന്റെ ഡാഡിയുടെ പഴയ തൊഴിലായിരുന്നു. അതെനിക്ക് തെരിയും. അന്ത പൂസല്ലേ? ഇന്ത പൂസ് നന്നായിട്ട് വിടൂന്ന് ചോദിച്ചതാ. 3-4 പെഗ് സ്കോച്ചും 2-3 കുപ്പി ഫെനിയും ദിവസം അവന് കഴിക്കണം. അത് ഗോവൻ ഹാബിറ്റാ. അതാണ് ഗോവൻ ഹാബിറ്റ്. അപ്പൊ ആന്റി നന്നായിട്ട് വിടുവല്ലേ? ഞാൻ വല്ല ഒക്കേഷനുകളിലോ ഹോളിഡേയ്സിലോ ഒക്കെ കഴിക്കും. പിന്നെ ഡെയിലി നൈറ്റിൽ ഫുഡിന് മുമ്പ് ഒരു ഹാഫ് ഹോട്ടൽ ഫെനി എനിക്ക് കഴിക്കണം. ഫെനിയോ? അതെന്താ? അതവിടുത്തെ നാടൻ. ഓ, ഗോവൻ കൊട്ടുപടി. അപ്പൊ കുടുംബം തന്നെ സ്മാൾ ഫാമിലി ആയില്ലയോ? നോ, സ്മോൾ ഫാമിലി അല്ല. തറക്കണ്ടൻ തറവാടെന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ലാർജ് ഫാമിലിയാ. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് പൂശുവോ എന്നർത്ഥം. അവനെ എഴുന്നേൽക്കി. മിണ്ടിപ്പോരുത്, കൊന്നുകളയും ഞാൻ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ദാനിമോൻ. എന്ത് പറ്റി സാർ? ഒരു വല്ലായിക്ക മൂഞ്ചെല്ലാം ഒരു മാറി ഇருக்கு. ഇന്നലെ 2 സ്മോൾ ലാർജ് ആയിപ്പോയി. അല്ല, 2 ലാർജ് കൂടി പോയി ഇന്നലെ. 2 ലാർജ് സ്മോൾ. എങ്ങനെയുണ്ട് ദാനിമോൻ ഇവിടുത്തെ താമസമൊക്കെ? നന്നായിരിക്കുന്നു. മിസ്റ്റർ കൊച്ചാപ്പിച്ചേട്ടൻ. അതെ, സ്മോൾ വലിയ ഇരിപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അയ്യോ, ഇതിനകത്തൊന്നും ഇല്ലല്ലോ. അകത്തുണ്ടോ? അകത്തോ? അല്ല, സ്മോൾ വല്ല ഉണ്ടോന്ന്. ഓ, അകത്തല്ല, പുറത്തുനിന്ന് വാങ്ങിപ്പിക്കാം. സാറിന് ഒരു കാര്യം ചെയ്യേ, ബെഡ് കാഫി സാറിന് രാവിലെ എന്താ കഴിക്കാൻ വേണ്ടത്? അവന് ബ്രേക്ക്ഫാസ്റ്റിന് 6 വാട്ടി എഗ്, 1 പാക്കറ്റ് ബ്രെഡ്, 1 കുപ്പി പാൽ. അത് ரொம்ப കമ്മിയാ ഇരിക്കുതേ. മമ്മി എന്താ വല്ലാതെ ടയർഡായിരിക്കുന്നത്? ഇന്നലത്തെ സ്ലീപ്പിംഗ് വളരെ മോശം. മോനെ, ഇന്നലത്തെ ബാക്കി വല്ല ഇരിപ്പുണ്ടോടാ ഹാങ് ഓവർ മാറ്റാൻ? സോറി മമ്മി, കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ്. ഓക്കെ, ലീവ് ഇറ്റ്. മോൻ കൊച്ചാപ്പേച്ച് സംസാരിച്ചോണ്ടിരിക്കും. മമ്മി പോയി മോനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാം. എന്താ സാറേ ആടുമേന്റെ കാശിന് ഹാങ്കെ പോലെ കിടക്കുന്നത്? മനസ്സിലായില്ലേ? ആടുമേഞ്ഞ കാട് പോലെ കിടക്കുന്നതെന്നാ ചോദിച്ചത്. തെലുങ്കു. ഞാൻ വിചാരിച്ചു ഹിന്ദിയാണെന്ന്. ഹിന്ദി നഹിമാലും സാറേ എനിക്ക് സ്മോൾ തരൂ. എന്റെ പൊന്നു കൊച്ചാപ്പിച്ചേട്ടാ, ഞാൻ പറഞ്ഞില്ല എന്റെ ഇല്ലെന്ന്. പിന്നെ ആട് കിടന്നിട്ട് പൂടെയെങ്കിലും കാണാതിരിക്കില്ലല്ലോ. നോക്കട്ടെ, പൂടെ ഉണ്ടോ നോക്കട്ടെ. നോക്കിക്കോ. അയ്യോ, അപ്പൊ ഇതിനകത്ത് കാണും. അവിടെ നോക്കോ. നോക്കട്ടെ. അയ്യോ, കാലി ബീർ ബോട്ടിലാണല്ലോ. അപ്പൊ സ്മോൾ ബാത്റൂമിൽ കാണും. കൊച്ചാപ്പിച്ചേട്ടാ, എന്റെ അമ്മേ കുഴഞ്ഞു. അയ്യോ, സാറേ കണ്ടില്ലേ? വാ ഇരിക്കേ. ഇതേതാ സാറേ സ്മോള്? ഇന്നലെ രാത്രി ആരും അറിയാതെ ഒപ്പിച്ചായിരിക്കും അല്ലേ? നല്ല അറുപയാറ് ഉറുപ്പടി സാർ. എടോ, താൻ ആവശ്യമില്ലാതെ ഒന്നും പറയണ്ട. ഇന്നലെ രാത്രി ഓടിക്കയറി വന്നതാ പാവം പവിഴം. പവിഴം പോലത്തെ സാധനം. എപ്പടി ഇരിക്കണ്ട ഉറുപ്പടി. എടോ, താൻ ഇവിടെ കിടന്ന് ഒച്ച വെച്ച് ബഹളം കൂട്ടിയാലുണ്ടല്ലോ, തന്നെ ശരിയാക്കും. സാറെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. തനത് രഹസ്യ ബട്ടബയാലു. അരമന രഹസ്യം അങ്ങാടി പാട്ടായി പോകുന്നു. കന്നഡം. ഞാൻ വിചാരിച്ചു തെലുങ്കായിരിക്കുന്നു. ഇവളെന്റെ മാനം കെടുത്തിട്ട് പോകുന്ന തോന്നുന്നു. എടി, നിന്റെ ഈ മൂക്ക് വീഴ്ചയിലും കരച്ചിലും എന്റെ വേണ്ട. വരട്ടല്ലേ സാറേ, പാവാ. മോർണിംഗ് ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞോ? என்ன சொல்றீங்க? நீங்க சொன்னீங்க புண்ணாக்கு பல்லுதேப்பம் குளியெல்லாம் முடிச்சாச்சான்னு. இல்ல. എന്നാലേ ശീഘ്രം മുടിച്ചിട്ട് സ്ഥലം കാലിയാക്ക് കേട്ടോ. കൊച്ചാപ്പിച്ചേട്ടാ, വാ. ഇത് വീട്ടിൽ പോയി പറഞ്ഞ് നാറ്റിക്കരുത്. ഞാനൊരു ഹാഫ് മേടിച്ചു തരാം. ഹാഫ് പോലെ ഫുള്ള് വാങ്ങിച്ചു. ഫുള്ളെങ്കിൽ ഫുള്ള്. വാ, ഫുള്ള് തന്നെ വേണം. മോനെ ഡാനി, മോളെ മോളിക്കുട്ടി, അകത്തൊന്നും ഒരു റിയാക്ഷനും ഇല്ലല്ലോ. ഈ ജനല് പൂട്ടിയിരിക്കണല്ലോ. വാ, നമുക്ക് ബാക്കിലെ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാ.
ഡോർസ് അടഞ്ഞിരിക്കാണോ? പറഞ്ഞു കേട്ടില്ലേ? ഓപ്പൺ ദ ഡോർ. ഇത്ര ചെറുപ്രായത്തിലെ വേണ്ടാത്ത തൊഴിലിന് ഇറങ്ങിയ മോരടിച്ചു പോവും. ഇറങ്ങി പോടി പുറത്ത്. നിന്റെ സങ്കടം കാണിച്ചൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ സിമ്പിളിന്റെയും ഡിമ്പിളിന്റെയും വരെ ആക്ടിങ് കണ്ടവളാ. ആന്റി ഒന്ന് ക്ഷമിക്കേ, നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. കണ്ടിട്ട് പാവം കുട്ടിയാന്നാ എനിക്ക് തോന്നുന്നത്. നോ, ഞാൻ നല്ല പദം വന്ന മദാമ്മമാരുടെ കൂടെ ഇടപഴകിയിട്ടുള്ളോളാ. ഇവറ്റകളുടെ മുഖലക്ഷണം കാണുമ്പോഴേ എനിക്കറിയാം. ആദ്യം അവനാണ് അടിക്കേണ്ടത്. വേർ ഈസ് ദാനി? அம்மா, நீங்க நினைக்கிற மாதிரி நான் ஒண்ணு தப்பான பொண்ணு இல்லம்மா. நான் எந்த தப்பும் பண்ணல. എന്നതാടി ഇവളീ പറയുന്നത്? ഇവിടെ തപ്പണോന്നാ? വല്ലതും കട്ടെടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. എന്തായാലും ഡാനി വരട്ടെ ആന്റി, എന്നിട്ട് തീരുമാനിക്കാൻ എന്താ വേണ്ടെന്ന്. എടാ ദാനി, ഇതിനാണ് നീ തനിച്ച് താമസിക്കണമെന്ന് പറഞ്ഞതല്ലേ? നിന്റെ ഗോപൻ ഹാബിറ്റ് ഒന്നും ഇവിടെ കാണിക്കണ്ട. എന്റെ ആങ്ങളിക്ക് ഒരു നിലവിലയൊക്കെ ഉണ്ട്. അവനെങ്ങാനും ഇത് അറിഞ്ഞാ ഇപ്പൊ നിന്നെ ഇവിടുന്ന് കെട്ടിക്കും. മമ്മി കാര്യം അറിയാതാ ചാടിക്കറുന്നത്. ഈ പെണ്ണാണെന്ന് എനിക്കറിയില്ല. ഇന്നലെ പാതിരാത്രിക്ക് ഓടിക്കറി വന്ന എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ കരയും. ഇറങ്ങി പോകാൻ പറഞ്ഞാൽ പോതൂല്ല. എന്തായാലും ഇത്രയും വലിയ റിസ്കുകളൊന്നും എന്റെ മോൻ ഇപ്പൊ ഏറ്റെടുക്കണ്ട. ഒന്നുകിൽ ഇവിടെ ഇറക്കി വിട്, അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കും. அம்மா, தயவு செஞ்சு என்ன போலீஸ்ல ஒப்படைச்சிடாதீங்க. நான் உயிரோட இருக்கிறது யாருக்கும் தெரிய வேண்டாம். എന്റെ പൊന്നുമോനെ, ഞാനും എന്റെ മക്കളും ഈ മറുനാട്ടിൽ വന്നത് ജീവിക്കാൻ വേണ്ടിയാ. നീ നാട്ടിലുള്ള വെമ്പിള്ളാരുടെയൊക്കെ സംരക്ഷണം ഏറ്റെടുത്ത് വെറുതെ ശത്രുത വലിച്ചു വെക്കരുത്. അതുകൊണ്ട് ആ പെണ്ണിനെ വേഗം പറഞ്ഞു വിടാൻ നോക്ക്. അങ്കിളിന്റെ പുറത്തിൽ കേട്ടാ തോന്നും ഞാൻ മനഃപൂർവ്വം അവളെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന്. ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞാൻ അങ്കിളിനോട് പറഞ്ഞതല്ലേ. കണ്ടിട്ട് ഏതോ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണെന്ന് തോന്നുന്നു. ആരെയൊക്കെയോ ഭയക്കുന്ന പോലെയുണ്ട്. എന്നതാ പറ്റിയെന്ന് എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. ഓ മൈ ഗോഡ്, ഇനി വല്ല മെന്റൽ ഡിപ്രഷനോ മറ്റോണോ? മെന്റലും കിന്റലും ഒന്നും അല്ലാണ്ടി അവൾ ആ ഗൗണ്ടറുടെ സ്വന്തത്തിൽപ്പെട്ട ഏതോ ഒരു പെണ്ണ. അതിനെ കാണാത്തതിനെ കുറിച്ച് ഇത് മാർക്കറ്റിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. എന്റെ കർത്താവേ, ആ ഗൗണ്ടറും പടകളും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നീ ആ പെണ്ണിനെ പറഞ്ഞു വിടാൻ നോക്ക്. നമ്മളെ എതിർക്കാൻ ഒരു തുമ്പ് കിട്ടാൻ കാത്തിരിക്കുക അവന്മാര്. പറഞ്ഞു നോക്കാം. അവർക്ക് ഇഷ്ടമുണ്ടേ പോട്ട്. ബലമായി പിടിച്ചിറക്കി വിട്ടിട്ട് ആ പെണ്ണെന്തെങ്കിലും അബദ്ധം കാണിച്ചാ പിന്നെ ഞാൻ സമാധാനം പറയണ്ടേ? പിന്നെ നാട്ടിലുള്ള ഗേൾസ് ഒക്കെ ഒപ്പിക്കുന്ന കുഴപ്പങ്ങൾക്ക് നീ എന്തിനു സമാധാനം പറയണം? ആന്റി വെറുതെ ഇമോഷണൽ ആവണ്ട. ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സന്നിച്ചനേറ്റു. ഓക്കെ ഓക്കെ. നീയും ആ ഗൗണ്ടറും തമ്മിൽ എന്നാ ബന്ധം? നീ ആ ഗൗണ്ടറും തമ്മിൽ എന്നാ റിലേഷൻ? പറയടി, சொல்லான். அவர் என்னோட பெரியப்பா. அதாவது அவர் பொண்டாட்டியோட தங்கச்சி பொண்ணுனா. எனக்கு சின்ன வயசா இருக்கும் போதே எங்க அம்மா அப்பா செத்து போயிட்டாங்க. அப்பா அம்மாக்கு நான் ஒரே பொண்ணு. அதுக்கப்புறமா என்ன வளர்த்து படிக்க வச்சது எல்லாமே என்னோட சித்தப்பா தான். நான் மேஜர் ஆனதும் என் பேர்ல உள்ள சொத்தெல்லாம் அவங்க பேருக்கு எழுதி கொடுக்க சொல்லி பெரியப்பா வீட்டுக்கு வந்தாரு. பவளம், நீ என் பையனோட முறை பொண்ணு. அவனை நீ கல்யாணம் பண்ணிக்கிட்டு இந்த வீட்டுக்கு மருமகளா வந்து இந்த மொத்த சொத்தையும் அனுபவிக்கணும். அதை பார்த்து நான் சந்தோஷப்படணும். அதுதான் என் ஆசை. டேய், குழந்தைக்கு சொன்னா புரியும்டா. பத்திரத்தை நீட்டுறா, கையெழுத்து போடும். இல்ல, இந்த பத்திரத்துல என்னால கையெழுத்து போட முடியாது. உங்க பையனை கல்யாணம் பண்ணிக்கிறதுக்கு எனக்கு கொஞ்சம் கூட இஷ்டம் இல்ல. என் சொத்து ஏன் கையிலேயே இருக்கட்டும். சாபாஷ், உன் ஐடியா எனக்கு புரியுது. நீ யாரையாவது கல்யாணம் பண்ணிக்குவ, இந்த சொத்து முழுக்க அவனுக்கு போயிடும். நாங்க மொத்த பேரும் தெருவுக்கு வந்து அம்மா தாயே பிச்சை எடுக்கணும். அது நீ கேட்கணும். அதான உன் ஆசை. அப்போ நீங்க கூட தான் ஏன் சொத்துக்கு ஆசைப்பட்டு உங்க பையனை கல்யாணம் பண்ணிக்க சொல்றீங்க? எதுக்குடா இந்த பொண்ணை இப்படி சித்திரவதை பண்றீங்க? டேய் சித்தப்பா, நீயே விஷம், இவளையும் விஷமாக்கிட்டியா? விஷம் யாருன்னு கடவுளுக்கு தெரியும். ஓ, கடவுளோட நேர் வாரிசு இவரு. அவன் நல்லா வாழ வேண்டிய வாழ்க்கைய ஏன்டா கெடுக்கிற? டேய், உண்மையிலேயே அவன் நல்ல மாதிரி வாழணும்னு உனக்கு ஆசை இருந்தா உடனடி அந்த பத்திரத்தை கையெழுத்து போட சொல்லு. இல்ல, என் அண்ணன் பொண்ணு நல்லா வாழணும்னு நான் ஆசைப்படுறேன். அவ சொத்து பூரா அவகிட்ட இருக்கட்டும். அவளொன்னும் மைனர் இல்ல, மேஜர். ஓ,
மைனர் மேஜர்லாம் பேசுற அளவுக்கு நீ பெரிய ஆள் ஆயிட்டியா? இவனை போட்டு விடுங்கடா. அப்படி விதி. பாவமா அவரு மேல அக்கறை இருக்குதுல்ல, அப்ப பத்திரத்துல கையெழுத்து போடு. இல்ல, என்னால கையெழுத்து மட்டும் போட முடியாது. அப்படியா? டேய் விதிங்கடா. சித்தப்பா ஒண்ணு செஞ்சிடாதீங்க. நான் பத்திரத்துல கையெழுத்து போட்டு சாபாஷ், அது புத்திசாலித்தனம். ஏய் பத்திரத்தை கொடுங்கடா, அதுதான் கையெழுத்து போடுறேன்னு சொல்லுத. ஆயிரத்தா இருந்தாலும் அது நான் பார்த்து வளர்த்த குழந்தைடா. நான் செல்லமா வளர்த்துட்டேன். தவிச்சு ஓடுற. ஓடட்டும், எவ்வளவு தூரம் ஓடுவா? எனக்கு சொத்து பணம் எல்லாம் இருக்கு. ஆனா சொந்தம்னு சொல்லிக்கிறதுக்கு யாரும் இல்ல. നീ ഇവിടെ വന്നപ്പോ ഇറങ്ങി പോവാൻ പറഞ്ഞവനാണ് ഞാൻ. ഇനി നീ എങ്ങും പോകണ്ട. நீங்க சொல்றது எதுவுமே எனக்கு புரியல. கொஞ்சம் தமிழ்ல பேசுங்க. എനിക്ക് തമിഴ് പറയാൻ വളരെ ബുദ്ധിമുട്ടാ. നീ മലയാളം പറയുന്നതാ നല്ലത്. മലയാളമാ? അപ്പപ്പാ എനിക്ക് വരാത്. അതിനെന്താ, ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പോഴേ മലയാളം പഠിക്കുന്നത് നല്ലതാ, അല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടാവും. എന്താ ആലോചിക്കുന്നേ? ഉറങ്ങുന്നില്ലേ? எனக்கு தூக்கம் வரல. நாளைக்கு என்னோட பிறந்த நாள். ആഹാ, എങ്കിൽ നമുക്ക് എല്ലാരെയും വിളിച്ച് നന്നായിട്ടൊന്ന് ആഘോഷിക്കാം. வேண்டாம் வேண்டாம். പിന്നെ வருஷா வருஷம் மாரியம்மன் கோவிலுக்கு போய் அர்ச்சனை பண்றதுதான் வழக்கம். അതിനെന്താ, ഞാനും കൂടെ വരാം. ஐயோ, நான் தனியா போய் அர்ச்சனை பண்றதா தான் வேண்டுதல். ആ, തന്റെ ഇഷ്ടം, പക്ഷെ സൂക്ഷിക്കണം. എനിവേ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അതായത് തന്റെ പിറന്ന നാൾ ആശംസകൾ. மாரியாத்தா தாயே, உனக்கு எவ்வளவு தைரியம் நம்ம குடும்ப கௌரவத்தை கெடுக்கிறது முடிவு பண்ணிட்டியா? வாடி, இத பார், இது எங்க குடும்ப விஷயம், இதுல நீ தலையிடாத. ஏய், மரியாதையை என் கூட வந்துரு. இல்ல, நான் வர மாட்டேன். இல்ல, உன்னை கூட்டு போகாம நான் இங்க இருந்து போக மாட்டேன். தயவு செஞ்சு இவரோட என்ன அனுப்பி வச்சிடாதீங்க. இவரோட நான் போனா என்ன கொன்னு போட்டுடுவாரு. ஏய், என்னடி ரொம்ப நடிக்கிற? அவன் என்ன உனக்கு புருஷனா? ஆமா, எனக்கு இவர் புருஷன் தான். அவ சொல்றது நிஜமா? அதே. என்னப்பா, 2 நாள் கூட அவ உன் கூட பழகல, அதுக்குள்ள புருஷனா? മര്യാദ അവളെ ഞാൻ കൂടെ അനുപ്പി வை. എടോ മുരുകരാജ കൗണ്ടറെ, ഇവൾക്ക് തന്റെ കൂടെ വരാൻ സമ്മതമാണെങ്കിൽ കൊണ്ടുവയ്ക്കോ. ഓ, ഇല്ലെങ്കിൽ നീ വിടില്ലേ? വിടില്ല. சாபாஷ், இந்த மாதிரி வீரமான ஆம்பளைன்னா, இந்த மாதிரி ரோஷமான ஆம்பளைன்னா
முருகராஜ கவுண்டருக்கு ரொம்ப பிடிக்கும். ஆனா என்கிட்ட மோதாத. தம்பி, நீ ஊருக்கு புதுசு, சின்ன வயசு, கொதிக்கிற ரத்தம், அதான் இந்த ஆட்டெல்லாம் காட்டுற. இந்த திமிர் வச்சுக்கிட்டு என் ஊர்ல நடமாட முடியாது. ஏய், வண்டியடா.